മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം 14-ാമത്തെ അധ്യായം. ബ്രഹ്മസ്തുതി. ബ്രഹ്മോവാച നൗമിഡ്യതേ ഭ്രവഭുഷേ തടിദംബരായ ഗുഞ്ജാവതംസ പരിവിഞ്ചലസന്മുഖായ വന്യസ്രജേ കപിളവേത്ര വിഷാണവേണുലക്ഷ്മശ്രിയേ മധുപദേ പശുപങ്കജായ. നൗമീഡ്യ പറയണം. എന്താണ് ഈഡ്യൻ എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളാണ് ഭഗവാൻ. അതാണ് അവിടെ നൗം ഈഡ്യ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നത്. നൗമി, അങ്ങയ്ക്ക് നമസ്കാരം. ആരാണ്? മൃദുപദേ പശുപങ്കജായ. ആ വളരെ കോമളമായിട്ടുള്ള പാദങ്ങളോട് കൂടിയ നന്ദകുമാര, അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങ് എങ്ങനെയാണ്? നല്ല നീല നിറത്തിലുള്ള മേഘവർണ്ണ നീലമേഘ സ്വരൂപനാണ് അങ്ങ്. നല്ല ഇടിമിന്നൽ പോലെ ശോഭിക്കുന്ന മഞ്ഞപ്പട്ട് കൊടുത്തിട്ടുണ്ട്. ആ കുന്നിക്കുരുമാല കാതിലണിഞ്ഞിട്ടുണ്ട്. മയിൽപ്പീലികൾ അങ്ങനെ നെറുകയിൽ ചുറ്റിക്കെട്ടിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പുഞ്ചിരിയോട് കൂടിയിട്ടുള്ള ആ മുഖം. പിന്നെയോ വനമാല കഴുത്തിലണിഞ്ഞിട്ടുണ്ട്. ആ ഇടത്തെ കയ്യിൽ ആ ഒരു ചോറ്റുരുള പിടിച്ചിട്ടുണ്ട്. ആ മുടിയും കോലുണ്ട്. അതുമാതിരി കൊമ്പ്, അതുമാതിരി ഓടക്കോടുള്ള ഇതൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടുള്ള ആ ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം എന്നാണ് പറയണത്. എന്താണ്? അസ്യാഭിദേവ വപുഷോ മദനുഗ്രഹസ്യ സ്വേച്ഛാമയസ്യ നതു ഭൂതമയസ്യ കോപി നേശേ മഹിത്വവസിതും മനസന്തരേണ സാക്ഷാൽ തവൈവ കിമുദാത്മസുഖാനുഭൂതി. ആത്മസുഖാനുഭൂതി, അതായത് സച്ചിദാനന്ദ സ്വരൂപമാണ് യഥാർത്ഥത്തിൽ അങ്ങ് ഈ രൂപം ഉണ്ടല്ലോ, ഈ മനോഹരമായിട്ടുള്ള രൂപം എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്? എല്ലാവരുടെയും അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള അങ്ങയുടെ ഈ രൂപം ഉണ്ടല്ലോ, അത് കൂടിയിട്ട് ആ പഞ്ചഭൂതങ്ങളെ ഞാൻ സൃഷ്ടിച്ച വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടതല്ല. സ്വേച്ഛാമയസ്യ, അവനവൻ്റെ ഇച്ഛ കൊണ്ട് ഉണ്ടാക്കിയുള്ള രൂപമാണ്. അതിൻ്റെ ആ മഹത്വം തന്നെ നേശേമഹി ത്വവസിതും. ആ യഥാർത്ഥത്തിൽ അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാൻ കൂടി സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. പിന്നെയോ അങ്ങയുടെ സച്ചിദാനന്ദ സ്വരൂപത്തിൻ്റെ കഥ പിന്നെ പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബ്രഹ്മാവ്. ജ്ഞാനേ പ്രയാസമുദപാസ്യ നമന്ത ഏവ ജീവന്തി സന്മുഖരിതം ഭവതീയ വാർത്താം സ്ഥാനിസ്ഥിത ശ്രുതിഗതം തനുവങ്മനോഭിർ യേ പ്രായശോചിത ജിതോപ്യസിതൈസ്ത്രിലോക്യം. എന്നാൽ അജിത, ആരാലും ജയിക്കാൻ കഴിയാത്തവനായ ഭഗവാനെ അങ്ങയെ ജയിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് അവരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനേ പ്രയാസം ഉദപാസ്യ, വെറും ജ്ഞാനമാർഗത്തിലുള്ള ആ അതിലെ പ്രയത്നം വേണ്ടാന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു? അവര് ആ സന്മുഖരീതം ഭവതീയ വാർത്തം, സത്തുക്കളായിട്ടുള്ള ആൾക്കാരുടെ മുഖത്തുനിന്ന് കേൾക്കുന്ന അങ്ങയുടെ ആ കഥകൾ അങ്ങനെ കേട്ടുകൊട്ടിട്ട് അത് ചെവിയിൽ വന്നിട്ട് ശ്രുതിഗതം, പക്ഷേ ശരീരം കൊണ്ടും വാക്കുകളെ കൊണ്ടും മനസ്സുകൊണ്ടും എപ്പോഴും അങ്ങയ്ക്ക് തന്നെ സ്വയം അർപ്പിച്ചുകൊണ്ടുള്ള അവരുണ്ടല്ലോ, അവരാൽ ജിതോപ്യസിത ഈ 3 ലോകത്തിലും വെച്ച് അങ്ങനെ യഥാർത്ഥത്തിൽ ജയിച്ചിരിക്കുന്ന അങ്ങനെയുള്ള യഥാർത്ഥ ഭക്തന്മാരാണ് ഭഗവാനെ. ശ്രേയശ്രുതിം ഭക്തിമുദസ്യതേ വിവോ ക്ലിശ്യന്തിയേ കേവലബോധലബ്ധയേ തേഷാമസു ക്ലേശല ഏവ ശിഷ്യതേ നാണ്യൽ യഥാ സ്ഥൂലതുഷാവഘാദിനം. ശ്രേയശ്രുതിം ഭക്തിം ഉദസ്യ, അതായത് ഈ ഭക്തി ആവുന്ന ഈ സരോവരം അതിൽ നിന്ന് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അതിൽ സരിത്തുക്കളായിട്ട് ധാരാളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ശ്രേയസ്? അതായത് എല്ലാ ശ്രേയസ്സുകൾക്കും, ആ ലൗകികമായിട്ടുള്ളതും ആധ്യാത്മികമായിട്ടുള്ള എല്ലാ ശ്രേയസ്സിനും കാരണമായിട്ടുള്ളത് എന്താണ്? ഈ യഥാർത്ഥത്തിലുള്ള ഈ ഭക്തിയാണ്. ഈ ഭക്തി വേണം
വേണ്ടാന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണു ആൾക്കാർ കേവല ബോധലബ്ധയെ വെറും ആ ജ്ഞാനമാർഗത്തിൽ കൂടി പരിശ്രമിച്ചിട്ട് അവരത് പരിശ്രമിക്കണു ഭഗവാൻ അതിൽ ജ്ഞാനമാർഗത്തിൽ കൂടി ആ യഥാർത്ഥത്തിലുള്ള തത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരെന്താണ്, അവർക്കെന്താണ് ആ പരിശ്രമം മാത്രമേ കയ്യിൽ അവശേഷിക്കണമെന്ന് പറയുകയാണ്. ഏതുമാതിരി സ്ഥൂല തുഷാവഘാതീനം, ഏതുമാതിരി വെച്ചാൽ ഭൂമി കുത്തിയിട്ട് നെല്ലിൻ്റെ അരി എടുക്കാൻ ഉണ്ടാകുന്ന മരിയുള്ള വെറും പരിശ്രമം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ജ്ഞാനമാർഗത്തിൽ കൂടി പോയാൽ. പുരേഹഭൂമൻ ബഹവോ വിയോഗിന ത്വതർപ്പിദേഹാ നിജകർമ്മലബ്ധയാ വിബുദ്ധ്യ ഭക്രീവ കഥോപനീതയാ പ്രവേദിരഞ്ജോച്ചിതേ ഗതിം പരം. പണ്ട് തന്നെ അനവധി ഭൂമൻ വിളിക്കുന്ന ഭഗവാനെ ആ ഭഗവാന്റെ മഹത്വം മഹാത്മ്യം എത്രയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭൂമൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങയുടെ അതിൽ അങ്ങേ അനവധി യോഗികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങേ തങ്ങളുടെ ബുദ്ധി കൊണ്ട് മനസ്സിനെയും എല്ലാം അങ്ങയിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് നിജ കർമ്മലബ്ധയാ ആ തങ്ങളുടെ പ്രവൃത്തികളെ കൊണ്ട് ചെയ്ത തലത്തിലെ ഫലങ്ങളുടെ എല്ലാം അങ്ങയ്ക്ക് തന്നെ അർപ്പിച്ചുകൊണ്ട് ആ വിബുദ്ധ്യ ഭക്തിവ കഥോപനീതയാ, ഭക്തി കൊണ്ട് മാത്രം. അതെങ്ങനെയാണ്, അങ്ങയുടെ കഥകൾ കേട്ടിട്ട് മനസ്സിൽ ഉദിച്ചു വന്നിട്ടുള്ളതായിട്ടുള്ള ആ ഭക്തി കൊണ്ട് അങ്ങേ തന്നെ ആ പ്രവേദിരഞ്ജു യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭഗവാനെ അങ്ങേ പ്രാപിച്ചിട്ട് പരമഗതിയെ പ്രാപിച്ചിട്ടുണ്ട് അനവധി യോഗിമാർ. തഥാപി ഭൂമൻ മഹിമാ ഗുണസ്യതി വിബോദ്ധുമർഹത്യമലാന്തരാത്മവി അവിക്രിയൽ സ്വാനുഭവാൽ അരൂപതോ ഹ്യനന്യബോധ്യാത്മതയാ നന്യത. അങ്ങനെയുള്ള ആ വലിയ അമലാത്മന്മാരായിട്ട് യാതൊരു മാലിന്യങ്ങളും മനസ്സിലില്ലാത്ത ഉറച്ച ഇതിൽ ഭക്തി മാത്രം നോക്കിയുള്ള സ്ഥിര ബുദ്ധിയായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഭഗവാനെ അങ്ങയ്ക്ക് അങ്ങേ അതിൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റൂ, വേറെ ആർക്കും പറ്റില്ല. ഗുണാത്മനസ്തേവി ഗുണൻ വിമാതും ഹിരാവതീർണസ്യ കൈശിരേസ്യ കാലേന യൈർവാ വിമിതാസുകൽപ്പൈർ ഉപംസവഖേ ഭീകാദ്യുഭാസ. എങ്ങനെ ഇതില്ലേ അങ്ങയുടെ അതില് എങ്ങനെയാണ് ഗുണങ്ങൾക്കെല്ലാം അതീതനായിട്ടുള്ള ഈ ഗുണങ്ങളെല്ലാം സൃഷ്ടിക്കുന്നതിനായിട്ടുള്ള ഭഗവാനെ ഇതില്ലേ അങ്ങനെയുള്ള അങ്ങയുടെ അവതാരങ്ങളിൽ ആ ഈശ്വരനായിട്ടുള്ള അങ്ങയുടെ ഓരോ അവതാരങ്ങളുടെയും മഹത്വം എത്ര ഉണ്ടെന്നുള്ളതുണ്ടല്ലോ, അതിനെ ആർക്കാണ് പറഞ്ഞ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി തിട്ടപ്പെടുത്താൻ പറ്റുക? കാലേന യൈർവാ വിമിതാം സുകൽപ്പൈർ. ചിലപ്പോൾ കഴിവുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാർ ഒരു പക്ഷേ ഈ ഭൂമിയിലെ മന്ദരികളെ ഒരു പക്ഷേ എത്രയുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തിയെന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിലോ അന്തരീക്ഷത്തിലുള്ള ഈ മിഹിക അതുമാതിരി, അതായത് ഇതില്ലേ മഞ്ഞുതുള്ളികൾ, അന്തരീക്ഷത്തിലുള്ള മഞ്ഞുതുള്ളികൾ ഒരു പക്ഷേ എണ്ണി തിട്ടപ്പെടുത്തിയെന്ന് വരാം. അല്ലെങ്കിൽ ദ്യൂഭാസ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എത്ര ഉണ്ടെന്ന് എന്നാലോ അങ്ങയുടെ മഹത്വം അവർക്കാർക്കും ഗണിക്കാൻ പറ്റില്ല. തത്തേനുകമ്പം സുസമീക്ഷമാണോ ഭുഞ്ചാന ഏവാത്മകൃതം വിഭാഗം ഹൃദ്വബുർഭിർ വിദധൻ നമസ്തേ ജീവേതയോ മുക്തിപദേ സദായ ഭാഗ്. അതുകൊണ്ട് എന്താണ് അവരെല്ലാവരും എന്ത് ചെയ്യുന്നു, തങ്ങളുടെ ഓരോ പ്രവൃത്തികളെ കൊണ്ട് ചെയ്യുന്ന സുഖമായാലും ദുഃഖമായാലും കർമ്മവിഭാഗങ്ങളുണ്ടല്ലോ, അതെല്ലാം അങ്ങയുടെ അനുഗ്രഹമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ധരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉറപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കാരുണ്യത്തിനെ തന്നെ കാത്തുകൊണ്ട് ഹൃദ്വബുർഭിർ വിദധൻ നമസ്തേ, മനസ്സുകൊണ്ടും വാക്കുകളെ കൊണ്ടും ശരീരം കൊണ്ടും എപ്പോഴും അങ്ങയ്ക്ക് തന്നെ എല്ലാം തങ്ങളെ സ്വയം അർപ്പിച്ചുകൊണ്ടുണ്ടല്ലോ, അവരാണ് യഥാർത്ഥത്തിൽ മുക്തിപദത്തിന് അധികാരികളായിട്ട് തീരുന്നത്. മുക്തിപദേ സദായ ഭാഗ് പശ്യേശ മേനാര്യമനന്താദ്യേ പരത്മനി ത്വയ്യഭിമായി മായിനി മായം വിദത്യേഖിതുമാത്മവൈഭവം ഹ്യഹം കിയാനൈച്ഛിമവർത്തിരഗ്നൗ. നോക്കൂ ഭഗവാനെ, നോക്കൂ എൻ്റെ ഈ അല്പനായിട്ടുള്ള എൻ്റെ ഒരു പ്രവൃത്തികൾ നോക്കൂ, അതിൻ്റെ ഒരു എന്താ പറയേണ്ടത് അതിൽ പശ്യേശ ഈശ്വര അനാര്യനായിട്ടുള്ള എൻ്റെ എന്ത് ചെയ്തു, അനന്തനായിട്ടുള്ള ആ പരമാത്മാവായിട്ടുള്ള അങ്ങയിൽ എല്ലാ മായകളെയും സൃഷ്ടിക്കുന്നതായിട്ടുള്ള അങ്ങയിൽ എൻ്റെ ഈ മായയെ ഒന്ന് പരീക്ഷിച്ചിട്ട് ഞാൻ കേമനാണെന്നൊരു ഭാവം കാണിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടതിൻ്റെ എൻ്റെ ഒരു അജ്ഞത ആലോചിച്ച് നോക്കൂ. ഭഗവാൻ പറയുകയാണ് ഇവ അർച്ചിരഗ്നോ, ഏതുമാതിരി വെച്ച് കഴിഞ്ഞാൽ അഗ്നിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു തീപ്പൊരി അഗ്നിയോട് തന്നെ പരീക്ഷിക്കുന്ന മാതിരി അങ്ങിൽ നിന്നുണ്ടായിട്ടുള്ള ഞാൻ അങ്ങേ തന്നെ പരീക്ഷിക്കാൻ പരിശ്രമിച്ചു.
ക്ഷമസ്വ അച്യുതമേ രജോ ഭുവോ യജാനത ത്വൽപൃഥഗീശമാനിന അജാവലേവാന്തതമോന്ധചക്ഷുഷാ യേശോനുകമ്പ്യോ മയി നാഥവാനിധി. അതുകൊണ്ട് ഹേ അച്യുത, ഒരിക്കലും ചുതി വരാത്തുള്ള ഭഗവാനെ, അങ്ങയുടെ ആ രജോ ഗുണത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഞാനാണ് ഏതാന്നുള്ള ആ ചെറിയൊരു ഭാവം വെച്ചിട്ട് എന്താണ് ഒരു അനുകമ്പ്യനാണ്, അങ്ങയുടെ സൃഷ്ടിയിൽ നിന്നുണ്ടായിട്ടുള്ള ആളാണെന്നുള്ള ആ ഒരു അനുകമ്പ കാരുണ്യം കൊണ്ട് മാത്രം ഞാൻ ചെയ്ത ഈ തെറ്റുണ്ടല്ലോ ഏതാണ് അങ്ങയുടെ രജോ ഗുണത്തിലുണ്ടായിട്ടുള്ള ഞാനാണ്, അതുകൊണ്ടെന്നുള്ള ഇതിൽ നിന്നുള്ള ആ ഭാവം കൊണ്ട് അങ്ങയെ പരീക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തുണ്ടായാലും എല്ലാവരുടെയും നാഥനായിട്ടുള്ള അങ്ങ് തൻ്റെ കീഴിലുള്ളവനല്ലേ, ഇവൻ ചെയ്ത് കൂട്ട് തെറ്റ് സാരില്ല എന്നുള്ള രീതിയിൽ ആ പൊറുക്കണേ ഭഗവാനെ ആലോചിച്ച് നോക്കിയാൽ ക്വാഹം തമോ മഹദഹം ഖജരാഗ്നിവാർഭൂർ സംവേഷ്ടിത അണ്ഡകട സപ്തവിധസ്ഥികായ വേദൃഗ്വിധാവിഗണിത അണ്ഡപരാണു ചര്യാവാധദ്വരോമ വിവരസ്യ ചതേ മഹിത്വം. ഞാനെന്ന് പറഞ്ഞാൽ ഒരു ബ്രഹ്മാവ്, ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ നാഥനാണ്. ഈ ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഹങ്കാരം, അതുമാതിരി മഹത്തത്വം, പഞ്ചഭൂതങ്ങൾ, ഇങ്ങനെ 7 ആവരണങ്ങളുള്ള ഈ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ നാഥനാണ് ഞാൻ. അതിൻ്റെ ഭാവിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ അങ്ങ് ആരാണ്? അങ്ങയുടെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളും വലിയ വലിയ ജനലുകളാണ്. ആ ജനലുകൾക്ക് ഉള്ളിൽ കൂടിയിട്ട് അനവധി ബ്രഹ്മാണ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുണ്ടാണ്ട് അങ്ങനെ അതിൽ വിധാവിഗണിത അണ്ഡപരാണുചര്യ വാധദ്വരോമ വിവരസ്യ ചതേ മഹിത്വം. അങ്ങനെ അനവധി ഒരു ബ്രഹ്മാണ്ടങ്ങൾ അങ്ങയുടെ ഓരോ രൂപകൂപങ്ങളിൽ കൂടിയും അങ്ങനെ തട്ടിത്തടയാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങയുടെ മഹത്വം എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എത്ര അല്പനാണ് ഭഗവാനെ. ഉൽക്ഷേപണം ഗർഭഗതസ്യ പാദയോ കിം കൽപ്പതേ മാതുരദോക്ഷജാഗസേ കിമസ്തി നാസ്തി വ്യപദേശഭൂഷിതം തവസ്തി കുക്ഷേ കിയതപ്യനന്ത. ഒരു അമ്മ തൻ്റെ ഗർഭത്തിലുള്ള ആ കുട്ടി ഉള്ളിൽ വെച്ചിട്ട് കാലിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് ഔട്ടൊക്കെ ചെയ്താണ്ടല്ലോ, അതൊരു തെറ്റാണെന്ന് വിചാരിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരിക്കലും ചുണ്ടിടിക്കൊന്നുമില്ലല്ലോ ആ കുട്ടിയോട്. അതുമാതിരി അങ്ങയുടെ ഒരു ഇതില്ലേ, ഇതിൽ പ്രപഞ്ചത്തിനെ മുഴുവൻ തൻ്റെ കുഷി അതില്ലേ കിം അസ്ഥി നാസ്തി വ്യപദേശഭൂടി, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം അങ്ങയുടെ കുഷിക്ക് ഉള്ളിലുള്ളതാണ്. അതുകൊണ്ട് അനന്തൻ അങ്ങയ്ക്ക് പേരിലുണ്ട്. അപ്പം ഞാനും അങ്ങയുടെ അങ്ങയുടെ പുത്രൻ്റെ ഭാവമല്ലേ, അങ്ങനെ ഗർഭത്തിലുള്ള ഒരു പുത്രൻ്റെ ഭാവമല്ലേ, ആ കാരുണ്യം എന്നോട് കാണിക്കണേ. ജഗത്രയാന്തോധരി സംപ്ലവോദേ നാരായണസ്യോദരനാഭിനാളാൽ വിനിർഗതോജസ്തുതി വങ്ന വൈമൃഷാ കിം ഈശ്വരത്വന്ന വിനിർഗതോസ്മി. ആ സൃഷ്ടിയുടെ ആദ്യത്തിൽ അങ്ങയുടെ ഗർഭത്തിൽ നിന്ന് അതിൻ്റെ പൊക്കിളിൽ നിന്ന് പൊതി എന്നുള്ളൊരു താമരയെന്നല്ലേ ഈ ബ്രഹ്മാവ് എന്നുള്ള ഞാനുണ്ടായത്. അപ്പം ഞാനും അങ്ങയുടെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ ഭഗവാനെ ഉണ്ടായിട്ടുള്ളത്. പിന്നെയോ അങ്ങ് ആരാണ്? നാരായണത്വം നഹി സർവദേഹിനാം ആത്മാസ്യദീശ അഖില ലോകസാക്ഷി നാരായണോങ്കം നരഭൂജലായനാൽ തച്ചാപി സത്യം ന തവൈവ മായ. നാരായണനാണ് അങ്ങ് എങ്ങനെയാണ് എല്ലാ സർവദേഹിനാം ആത്മാ അധീശൻ, എല്ലാ വസ്തുക്കളുടെയും ആത്മാവായിട്ട് ഉള്ളിലിരിക്കുന്ന ആളാണ്. എല്ലാവർക്കും പരമ അയനായിട്ടുള്ള ആളാണ്. അതുമാതിരി എല്ലാവരുടെയും പ്രവൃത്തികളിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് സാക്ഷിയായിരിക്കുന്ന ആളാണ് അങ്ങ്. പിന്നെയോ അല്ലാന്നുണ്ടെങ്കിലോ ആ പരമമായുള്ള കാരണജലത്തിൽ ആ ജലിക്കുന്ന നരഭൂജല നാരായണനായിട്ട് പ്രപഞ്ചത്തിൻ്റെ ആ പ്രളയകാലത്ത് ആ തന്നെ അതിൽ പ്രളയജലത്തിൽ അങ്ങനെ അതില്ലേ തൻ്റെ അനന്തൻ്റെ പുറത്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങക്ക് നാരായണൻ എന്നുള്ള പേരുണ്ട്. ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിയാൽ സത്യം ന തവൈവമായ, ഇതൊക്കെ അങ്ങയുടെ പല മായാരൂപങ്ങളാണെന്നേ പറയാൻ പറ്റൂ. തച്ചേ ജലസ്ഥം തവ സജ്ജകൾ വപു കിമ്മേന ദൃഷ്ടം ഭഗവം തദൈവ കിം വാസുദൃഷ്ടം ഹൃദിമേ തദൈവ കിം നോ സപദ്യേവ പുനർവ്യദർശി. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങയിൽ നിന്നാണ് ഉണ്ടായിരുന്ന താമരയിൽ നിന്നാണ് ഞാൻ ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഈ താമരയുടെ ഉള്ളിൽ വന്ന് ജനിച്ച സമയത്ത് ആദ്യം താമര നാളങ്ങളും കൂടെയൊക്കെ പോയിട്ട് ഉള്ളിലേക്ക് പോയിട്ട് താഴ്ന്നു നോക്കി. അവസാനം അങ്ങേ കാണാൻ പറ്റിയില്ല. വീണ്ടും ഞാൻ തിരിച്ചു വന്നു. വീണ്ടും വന്നിരുന്നുണ്ടായി ഇവിടെ വന്നിട്ട് പുറത്തും അങ്ങേ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ അവസാനം മഹത്തായുള്ള തപസ് ചെയ്ത് മാത്രമേ അങ്ങേ യഥാർത്ഥത്തിൽ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഹൃദിമേത ദൈവ കിന്നോ സപദ്യേവ പുനർവ്യദർശി. അങ്ങയുടെ അങ്ങയെ തപസ് ചെയ്ത് ഭക്തിയോടുകൂടി തപസ് ചെയ്തോ മാത്രം അങ്ങയുടെ രൂപം എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അങ്ങ് കാണിച്ചു തരുന്ന രൂപത്തിലേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും, അല്ലെങ്കിൽ ഇതെല്ലാം മായയാണ്. ഇന്നിതാ അങ്ങ് അങ്ങയുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണ്ടായി. അത്രൈവ മായാധമനാവതാരേ
ഹ്യസ്യ പ്രപഞ്ചസ്യ ബഹിസ്ഫുടസ്യ കൃഷ്ണസ്യ ചാന്തർജഠരേ ജനന്യാ മായാത്വമേവ പ്രകടീകൃതം തേ. അങ്ങതാ അങ്ങയുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു പ്രപഞ്ചത്തിലെ എന്തെല്ലാം വസ്തുക്കളുണ്ടോ ഇതൊക്കെ എൻ്റെതാ വായയുടെ ഉള്ളിലുണ്ടെന്നാ വായ പൊളിച്ച് അങ്ങതാ അങ്ങയുടെ അമ്മയ്ക്ക് അങ്ങ് കാണിച്ചത് കൊടുത്തില്ലേ. യസ്യ കുക്ഷാവിധം സർവം സാത്മം ഭാതി യഥാ തഥാ തത്വൈ അപീകതൽ സർവം കിമിതം മായയാ വിനാ. ആ ഉണ്ണിയുടെ പുറത്തുണ്ടായിരുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആ ഉണ്ണിയുടെ ഉള്ളിലും കാണുണ്ടായി. അതെങ്ങനെ ഒരു പ്രതിഫലനം എന്നുള്ള മാതിരിയല്ല, ഒരേ മാതിരി ഉള്ളതാണ് കണ്ടത്. അതുകൊണ്ട് ഇത് ഭഗവാന്റെ മായയിലാണ്, മറ്റെന്താണ് ഭഗവാനെ ചോദിക്കുകയാണ്. അദ്യൈവത്വദേശ കിമ്മമനതേ മായത്വമാദർശിതം ഏകോസി പ്രഥമം തതോ വ്രജസുകൾ വത്സാ സമസ്ത അഭി താവന്തോസി ചതുർഭുജാസ്തദഖിലൈ സാകമ്മയോപാസിതാ താവന്ത്യേവ ജഗന്ത്യഭൂതമിതം ബ്രഹ്മാദ്വയം ശിഷ്യതേ. ആ മായാ തത്വം കാണുന്നതാണ് അങ്ങ് ഇപ്പം എനിക്കും കാണിച്ചു തന്നത്. അതായത് ആ ചതുശ്ലോകി ഭാഗവത്തിൽ അങ്ങ് പണ്ട് എനിക്ക് പറഞ്ഞു തന്നത് അത് തന്നെയാണ്. ആദ്യത്തിൽ ആരേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഒറ്റ കയ്യിൽ ഉണ്ണിയായി കൊണ്ടിതാ എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടോ അനവധി ഗോപക്കുട്ടികളും അതുമാതിരി പശുക്കുട്ടികളും അതൊക്കെ ആയിട്ട് അങ്ങ് അനവധിയായിട്ട് മാറി. അത് കഴിഞ്ഞിട്ടോ ഇവരെല്ലാവരും ചതുർഭുജ വിഷ്ണുമാരായിട്ട് അങ്ങ് മാറി. അത് കഴിഞ്ഞിട്ടോ ഓരോന്നും ഓരോ ബ്രഹ്മാണ്ട സ്വരൂപമായിട്ട് അതിലെല്ലാം സ്തുതിച്ചുകൊണ്ട് എല്ലാ ദേവന്മാരുള്ള രീതിയിൽ അങ്ങനെയും അത് കാണിച്ചു തന്നു. അവസാനം എന്താ എന്താണ് അവസരത്തില്ലേ അദ്വയ ബ്രഹ്മാദ്വ ആ പരബ്രഹ്മ സ്വരൂപം തന്നെയാണ് താനുള്ള ഭാവത്തിൽ വീണ്ടും ഇതാ ആ ഒരു കയ്യില ചോറ്റുരുളായിട്ട് അങ്ങ് എൻ്റെ മുമ്പിൽ നിൽക്കണു ഭഗവാനെ എന്ന് പറയാണ്. അജാനതം ത്വൽ പദവീം അനാത്മൻ ജ്ഞാത്മാത്മനാഭാസി വിദത്യമായം സൃഷ്ടാവിവാഹം ജഗതോ വിധാന ഇവത്വമേകോന്ത ഇവത്രിനേത്ര. നോക്കൂ, അങ്ങയുടെ ആ മായയെ മനസ്സിലാക്കാണ്ട് അങ്ങയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് മനസ്സിലാക്കാണ്ട് സാധാരണ ഞങ്ങൾ എന്ത് വിചാരിക്കണു, അങ്ങ് ആ 3 ഗുണങ്ങളെ ആശ്രയിച്ചിട്ട് ആ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ബ്രഹ്മാവായിട്ടും ആ രക്ഷണത്തിനായിട്ട് വിഷ്ണു രൂപത്തിലും അതുമാതിരി അന്തത്തിലെ ആ സംഹാര രൂപനായിട്ട് പരമേശ്വരനായിട്ടും അങ്ങ് തന്നെയാണ് മാറുന്നതെന്ന് സാധാരണ ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സുരേഷു ഋഷീഷ്വീശ തഥൈവ നൃഷ്വപി തിര്യക്ഷു യാദസ്വപി ഏ ജനസ്യ ജന്മാസതം ദുർമത നിഗ്രഹായ പ്രഭോ വിധാത സദനുഗ്രഹായ ച. പ്രഭോ, അതായത് ഒരിക്കലും ജന്മമില്ലാത്ത എല്ലാ കാരണങ്ങളും നടത്തുന്നതായിട്ടുള്ള അങ്ങയുടെ ഈ ഓരോ അവതാരങ്ങളുണ്ടല്ലോ പല രീതിയിൽ ദേവന്മാരായിട്ട് മഹർഷിമാരായിട്ട് അതുമാതിരി മനുഷ്യരിലെ അതുമാതിരി നീചയോനികളിലെ തിര്യക്കുകളായിട്ട് ഇതിൽ ജലത്തിലുണ്ടാവുന്ന ജന്തുക്കളിൽ അങ്ങനെ പല രീതിയിലും അവതരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അസത്തുക്കളായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ദുർമതം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും സത്തുക്കളായിട്ടുള്ള ആൾക്കാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങയുടെ ഓരോ അവതാരങ്ങളും. കോവേത്തി ഭൂമൻ ഭഗവൻ പരാത്മൻ യോഗേശ്വരോധീർ ഭവതസ്ത്രിലോക്യാം ക്വമാകഥം വാ കതിവാ കഥേരി വിസ്താരയൻ ക്രീഡസി യോഗമായം. അങ്ങയുടെ ആ യോഗമായയുടെ മഹത്വം ആർക്കാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ അറിയാൻ കഴിയുക? എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യോഗേശ്വരനായിട്ട് അതിൽ എല്ലാറ്റിനും പരമാത്മാവായിട്ട് ആ ഭഗവാൻ അങ്ങ് 3 ലോകത്തിന് നാഥനായിട്ടുള്ള അങ്ങ് എന്ത് ചെയ്യണു, എന്തിനു വേണ്ടി ഇതിലേക്ക് ചെയ്യണു, എവിടുന്ന് ഇതൊക്കെ വന്നു എന്നുള്ളത് ആർക്കും നിശ്ചരിച്ച് പറയാൻ കഴിയില്ല ഭഗവാനെ അങ്ങയുടെ മഹത്വം. തസ്മാദിതം ജഗദശേഷമസൽ സ്വരൂപം സ്വപ്നാപമസ്തദിഷണം ഒരു ദുഃഖം ത്വയ്യേവ നിത്യസുഖബോധതനാവനന്ദേ മായാത ഉദ്യതിവിയൽ സദിവാവഭാതി. അതുകൊണ്ട് ഇതിൽ ഈ പ്രപഞ്ചം അസൽസ്വരൂപ അശേഷം അസൽസ്വരൂപം ആ ഇതിൽ പരിപൂർണമായിട്ടും അവാസ്തവമായിട്ടുള്ള ജഗത്തുണ്ടല്ലോ, എങ്ങനെ സ്വപ്നാപം ഒരു സ്വപ്നം മാതിരിയാണെന്നുണ്ടല്ലോ, അതിൽ ഹസ്തദിഷണം ചേതന ഒട്ടുമല്ലാതാണ്. പിന്നെ ഇതിനെന്തേ ഉള്ളൂ, ആ വീണ്ടും വീണ്ടും ദുഃഖം മാത്രം ഉണ്ടാകുന്നുള്ളതില്ലേ. അതിനെല്ലാം കാരണമായിട്ട് ഇരിക്കുന്ന ആളാരാണ്? ത്വയ്യേവ നിത്യസുഖബോധതനാവനന്ദേ. ആ സച്ചിദാനന്ദ നിത്യ സുഖ ആനന്ദ സ്വരൂപനായിട്ടുള്ള അങ്ങയുടെ മായയെ കൊണ്ട് ശോഭിപ്പിച്ചുകൊണ്ട് ഇതെങ്കിലേ ഒരു ഭാവി വാസ്തവമാണെന്നുള്ള രീതിയിൽ ഈ മായാപ്രപഞ്ചം മുഴുവൻ എല്ലാവരും കാണുകയാണെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത് വാസ്തവമുള്ളതല്ല. കാരണം ഏകസ്ത്വമാത്മാ പുരുഷപുരാണ സത്യസ്വയം ജ്യോതിരനന്ദ ആദ്യ നിത്യക്ഷരോജസ്രസുഖോ നിരഞ്ജന പൂർണ്ണദ്വയോ മുക്ത ഉപാധിയോ മൃത. അങ്ങ് മാത്രമാണ് ഏകനായിട്ട് എല്ലാ ആത്മാവായിട്ട് പരമപുരുഷനായിട്ട് എല്ലാറ്റിനെയും പൂർണ്ണനായിട്ട് ഇതിനെല്ലാം അതീതനായിട്ട് മുക്തനായിട്ട് എല്ലാ ഉപാധികൾക്കും അതീതനായിട്ട്
ഇരിക്കുന്ന അങ്ങ് മാത്രമേ ഉള്ളൂ. ഏവം വിധം ത്വാം സകലാത്മനാമഭി സ്വാത്മാനമാത്മാത്മതയാ വിചക്ഷതേ ഗുർവർക്കലബ്ധോപനിഷത്സുചക്ഷുഷാ ഏതേ തരന്തീവ ഭവാനൃതാംബുതി. ഈ മഹത്തായ വാസ്തവം ഉണ്ടല്ലോ, അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സത്തുക്കൾ നല്ല ഗുരുക്കന്മാരെ ആശ്രയിച്ചിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമാകുന്ന സൂര്യൻ കൊണ്ട് ആ ഊനത്തിലെ തത്വം ഇതിലെ കണ്ണു തുറന്നിട്ടുള്ള ആ കണ്ണുകളെ കൊണ്ട് യഥാർത്ഥത്തിലുള്ള അങ്ങയുടെ ആ രൂപം, അതായത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും തന്നിൽ നിൽക്കുന്നത് പരമാത്മാവായുള്ള ഭഗവാൻ തന്നെയാണെന്നുള്ള ആ ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? തേ തരന്തീവ ഭവാനൃതാംബുതിം. അനൃതമായിട്ടുള്ള ഒട്ടും വാസ്തവമായിട്ടുള്ള അല്ലാത്ത വെറും അജ്ഞാനം കൊണ്ടുണ്ടായിട്ടുള്ള ഈ ഭവാംബുതി ഉണ്ടല്ലോ, ഈ സംസാര അർണവം, അവരതിനെ നിഷ്പ്രയാസം തരണം ചെയ്യും ഭഗവാനെ. ആത്മാനമേവാത്മതയാ വിജാനതം തേനൈവ ജാതം നിഖിലം പ്രപഞ്ചിതം ജ്ഞാനേന ഭൂയോപി ച തത്പ്രലീയതേ രജ്വാമഹേ ഭോഗഭവാഭവൂയത. ഈ താനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള ആത്മാവാണ് ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായതെന്ന് അറിയാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവില്ല, ഈശ്വരനില്ല. അവർക്ക് ഈ പ്രപഞ്ചം മാത്രം വാസ്തവമാണ്. ഏതുമാതിരിയാണ് കയറ് ഇരുട്ടത്ത് കണ്ടു കഴിഞ്ഞാൽ അതൊരു പാമ്പാണ് തോന്നില്ലേ? രജ്വാമഹേ ഭോഗഭവാഭവൂയ. അവർക്കും എന്നല്ലോ പിന്നെ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം വന്നു കഴിഞ്ഞാലേ മനസ്സിലാവൂ. ജ്ഞാനത്തിൻ്റെ പ്രകാശം കിട്ടുന്ന സമയത്ത് മനസ്സിലാവും അത് പാമ്പല്ല കയറിനെയാണെന്നുള്ളത്. അതുവരെ അവർക്കത് പാമ്പാണെന്ന് തന്നെ തോന്നി. അതുമാതിരിയാണ് ഈ സംസാരവും, അതുമാതിരി ഉള്ളൂ എന്ന് പറയാണ് ബ്രഹ്മാവ്. അജ്ഞാനസംജ്ഞൗ ഭവബന്ധമോക്ഷൗ ദ്വൗ നാമനാന്യൗ സ്ത ഹൃതജ്ഞഭാവൽ അജസ്രജിത്യാത്മനി കേവലേ പരേ വിചാര്യമാണേ തരണാവിവാഹിനി. എന്നാൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അവർക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് ഇത്? രണ്ടും അവിദ്യ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. എന്താണ് ഈ ഭവം, അതിൻ്റെ സംസാരത്തിൽ നിന്നുള്ള ബന്ധം, സംസാരബന്ധം, അതുമാതിരി ഈ മോക്ഷവും ഇതുണ്ടല്ലോ, സംസാരത്തിൽ നിന്നുള്ള മോക്ഷം. ഇത് രണ്ട് കാര്യത്തിൽ ബന്ധമില്ല, മോക്ഷമില്ല. കാരണം രണ്ടും സംസാരം തന്നെ ഇല്ല എന്ന് പറയുകയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജസ്രജിത്യ ആത്മേകനായിട്ടുള്ള ആത്മാവായിട്ട് ഇത് രണ്ടുമില്ല. ഏതുമാതിരി വെച്ച് കഴിഞ്ഞാൽ സൂര്യനിൽ രാവും ഇല്ല പകലും ഇല്ല, എപ്പോഴും ഒരേ ഭാവമല്ലേ ഉള്ളത്. അതുമാതിരി സച്ചിദാനന്ദ സ്വരൂപനായുള്ള ഭഗവാനിൽ ബന്ധമില്ല, മോക്ഷമില്ല, എപ്പോഴും പരമാനന്ദം മാത്രമേ ഉള്ളൂ. ത്വാം ആത്മാനം പരം മത്വ പരമാത്മാനമേവജ ആത്മാ പുനർബഹിർമൃഗ്യ അഹോ അജ്ഞജനതാജ്ഞത. എന്നാൽ അജ്ഞന്മാരായുള്ള ആൾക്കാരുടെ ആ ദുഃഖു അജ്ഞാനത്തിൻ്റെ മഹത്ബല്യം എത്ര ഉണ്ടെന്ന് ആലോചിച്ച് നോക്ക് പറയാണ്. കാരണം അങ്ങനെ താൻ തന്നെയായുള്ള ത്വാം ആത്മാനം പരമത്വ, താൻ ആ പരമാത്മാവാണ് താനെന്നുള്ള ആ ബോധം വിട്ടിട്ട് ഈ പ്രത്യേകാത്മാവായുള്ള ജീവാത്മാവാണ് താൻ, അത് ഈ ശരീരമായിട്ട് ബന്ധമാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആത്മാവിനെ ബഹിർമൃഗ്യ, പുറത്ത് ഭഗവാനെ അല്ലെങ്കിൽ ആ പരമാത്മാവായിട്ടുള്ള ഈശ്വരനെ പുറത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ. അന്തർഭവേനന്ദ ഭവന്തമേവ ഹ്യതത്യജന്തോ മൃഗയന്തി സന്ത അസന്തമപ്യന്യഹിമന്തരേണ സന്തം ഗുണം തം കിമുയന്തി സന്ത. എന്നാൽ അനന്ത, ആ സത്തുക്കളായിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യുന്നു? അവരെന്ത് ചെയ്യണം? അവര് ഇതിലെ യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള പരമാത്മാവാണ് ഭഗവാൻ എന്നുള്ള ബോധം വന്നിട്ട് ആ ഭഗവാനല്ലാത്തതായിട്ടുള്ള മറ്റുള്ള വസ്തുക്കൾ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ടോ അതിനെയൊക്കെ മെല്ലെ മെല്ലെ ത്യജിച്ചുകൊണ്ട് അവസാനം അങ്ങയിൽ തന്നെ എത്തിച്ചേരുന്നു. ഏത് മാതിരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കയറിലാണ് പാമ്പ് എന്നുള്ള രൂപം കണ്ടു. ആ പാമ്പല്ല കയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാമ്പിന്റെ സ്വരൂപം മെല്ലെ മെല്ലെ ഇല്ലാണ്ടേക്ക് കയറാണ് വാസ്തവത്തിലുള്ളതെന്ന് ബോധ്യം വരില്ലേ? അതുമാതിരി ഈ ശരീരം ഇതൊന്നുമല്ല വാസ്തവത്തിലുള്ള യഥാർത്ഥ വാസ്തവത്തിലുള്ളത് ബ്രഹ്മം മാത്രമാണെന്നുള്ള ഭാവത്തിലേക്ക് ആ സത്തുക്കള് എത്തിച്ചേരും. അഥാപി ദേ ദേവ പദാംബുജദ്വയ പ്രസാദലേശാനുഗൃഹീത ഏവ ഹി ജാനാതി തത്വം ഭഗവൻ മഹിംനോ നജാന്യ ഏകോപി ചിരം വിജിന്വൻ. എന്നാൽ അതൊക്കെ വാസ്തവം ശരിയാണെങ്കിൽ കൂടി ആ ഭഗവാനെ എത്ര പരിശ്രമിച്ചാലും ഉണ്ടല്ലോ, എത്ര ജ്ഞാനികളായിട്ടും അതിൽ പരിശ്രമിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അവർക്കും അങ്ങേ പ്രാപിക്കണം എന്ന് വെച്ചാൽ എന്ത് വേണം? പദാംബുജദ്വയ പ്രസാദലേശാനുഗൃഹീത, അങ്ങയുടെ പാതാരവിന്ദങ്ങളിലെ അതിൻ്റെ അനുഗ്രഹലേശം ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് അങ്ങയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങയുടെ ഈ മഹിമാവിനെ യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയൂ. തദസ്തു മേ നാഥ സ ഭൂരിഭാഗോ ഭവേത്ര വാന്യത്ര തുവാ തിരശ്ചം യേനാഹമേകോപി ഭവജ്ജനാനാം ഭൂത്വാ നിഷേവേ തവ പാദവല്ലഭം. അതുകൊണ്ട് ഭഗവാനെ, ഹേ നാഥ, എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന
പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഞാൻ വളരെ ഭാഗ്യവാനായിത്തീരും. എങ്ങനെ ഏത് ജന്മത്തിലാണെങ്കിലും ഈ ബ്രഹ്മാവായിട്ട് ജനിച്ചോട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജനിച്ചോട്ടെ, അല്ല തിരികളായിട്ട് ജനിച്ചോട്ടെ, എന്നാലും എനിക്ക് വിരോധമില്ല. എങ്ങനെ വേണം എനിക്ക് ഭവജ്ജനാനാം ഭൂത്വ, ആ അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുടെ ആ പാദപല്ലവങ്ങളെ സേവിക്കാനുള്ള കഴിവുണ്ടല്ലോ, അത് കിട്ടിയാൽ മാത്രം മതി ഭഗവാനെ. ഭൂത്വാനുഷേവേ, അവര് എങ്ങനെയാണ് അവൻ്റെ അങ്ങയുടെ ഇതിലെ ഭക്തന്മാർ അങ്ങയുടെ പാദവല്ലവങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ശ്രേഷ്ഠന്മാരായിട്ട് തീർന്നിരിക്കുകയാണ്. അവരിൽ ഒരാളായിട്ട് തീരാൻ എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പറയുകയാണ്. അഹോതിധന്യ വ്രജഘോരമണ്യ സ്തന്യാമൃതം പീതമതീവതേ മുദ യാസാം വിഭോ വത്സദാത്മജാത്മനാ യതൃപ്തേദ്യാപി നചാലമധ്വരാ. ജ്ഞാനമാർഗത്തിൻ്റെയൊക്കെ മീതയായിട്ട് ആ ഭക്തിമാർഗത്തിൻ്റെ മഹത്വം ഇവിടെ ബ്രഹ്മാവ് വീണ്ടും വീണ്ടും പറയുകയാണ്. എന്താണ് ആ ഇതിൽ വ്രജഘോരമണ്യ, ഈ വ്രജത്തിലെ ആ പശുക്കളും ഗോപികമാരും എത്ര ഭാഗ്യവതികളാണെന്ന് ആലോചിച്ച് നോക്കൂ. സ്തന്യാമൃതം പീത മതീവ, അങ്ങയുടെ അവരുടെ ആ സ്ഥലം ഇതിലെ മുല കുടിച്ചില്ലേ, അതിൽ പശുക്കളുടെ പാല് കുടിച്ചില്ലേ, ആ സന്തോഷത്തോടു കൂടി ആരാണ് അങ്ങ് വത്സതര അതിലെ പശുക്കുട്ടികളായിട്ടും അതുമാതിരി ഇതപ്പോൾ അതിലെ ഗോപക്കുട്ടികളായിട്ട് അവരുടെ പാല് കുടിച്ചു. അങ്ങനെ തൃപ്തയേദ്യാഭിനജാല മഹത്തായ യാഗങ്ങളെ കൊണ്ടും യജ്ഞങ്ങളെ കൊണ്ടും ഒരിക്കലും അങ്ങയെ പരിപൂർണമായിട്ട് തൃപ്തിപ്പെടുത്താൻ കഴിയാറില്ല. ആ അങ്ങ് സന്തോഷത്തോടു കൂടി അവരുടെ ആ സ്തനാമൃതം കുടിച്ചില്ലേ, എത്ര ഭാഗ്യമാണ് അവർക്ക്. അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ആ വ്രജത്തിലുള്ള നന്ദഗോപരുടെയും മറ്റുള്ള ഗോപന്മാരുടെയും ആ ഗോപനിവാസികളുടെയും ഒക്കെ ആ ഭാഗ്യം എത്രയാണെന്ന് പറയാൻ പറ്റുക. കാരണം അവരുടെ എല്ലാവരുടെയും ആ സുഹൃത്തായിട്ട് മിത്രമായിട്ട് ആരാണെന്ത് സച്ചിദാനന്ദ പരബ്രഹ്മമായിട്ടുള്ള അങ്ങാണുള്ളത്. യേഷാം തു ഭാഗ്യമഹിമാച്യുത താവതാസ്താം ഏകാദശൈവ ഹി വയം ബദ ഭൂരിഭാഗ ഏതൽ ഋഷീകജതകൈർ അസകൽപിബാമ സർവാദയോങ്കൃതയമധ്വമൃതാസവം തേ. അവരെല്ലാവരും ഭാഗ്യവതികളാണ് തീർച്ചയാണ്. എങ്കിലും ഞങ്ങൾക്കും കുറച്ചൊരു ഭാഗ്യം. ആരായി ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളെ 11 അതിൽ 10 ഇന്ദ്രിയങ്ങൾക്കും അതുമാതിരി മനസ്സിനും ഒക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ ഓരോ അധിഷ്ഠാന ദൈവതങ്ങളൊക്കെ ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയും. അതിലിതിപ്പോൾ ബുദ്ധിയുടെ ഇതിന്നുള്ള ഇന്ദ്രിയത്തിൻ്റെ അധീശനാണ് ബ്രഹ്മാവ്. അതുമാതിരി ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ അധിഷ്ഠാന ദേവതകളുണ്ട്. അപ്പോൾ ആ ദേവതകളുടെ ശക്തികളെ കൊണ്ടാണ് ഓരോ ഇന്ദ്രിയങ്ങൾ വഴി നമ്മൾ കാണും, അത് അനുഭവിക്കുകയും ചെയ്യുക. കാണുക, കേൾക്കുക, ഓരോ ഇതുണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്നത് ആ ഇന്ദ്രിയങ്ങളുടെ ശക്തികളെ ഇതിൽ അതിദേവതകളുടെ ശക്തികളെ കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ വ്രജത്തിലുള്ള ഓരോരുത്തരും ആ ഭഗവാന്റെ രൂപവും അതുമാതിരി ഭഗവാന്റെ ശബ്ദവും ഇതൊക്കെ ഇങ്ങനെ ഇതില്ലേ ആ അമൃതം അങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ആ ഇന്ദ്രിയങ്ങളുടെ നാഥന്മാരായിട്ട് ഞങ്ങൾക്കും അത് കുറച്ചിങ്ങനെ ഇതില്ലേ ആ അമൃതാശ്രമം ഇതില്ലേ ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ഞങ്ങളും അവരുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, അവർ എല്ലാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഒരുമിച്ച് കഴിയും. ഞങ്ങൾക്ക് ഞങ്ങളുടെ അധീനത്തിലുള്ള ആ ഇന്ദ്രിയത്തിലെ അത് കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ എന്ന് മാത്രമാണ് ഞങ്ങളും അവരുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയണം ബ്രഹ്മാവ്. തൽഭൂരി ഭാഗ്യമിക ജന്മ കിമപ്യടവ്യം യൽ ഗോകുലേവി കഥമാംഗിരജോഭിഷേകം യജ്ജീവിതം തു നിഖിലം ഭഗവൻ മുകുന്ദസ്ത്വദ്യാവിയൽ പദരജ ശ്രുതിമൃഗ്യമേവ. ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളതുണ്ടല്ലോ ഈ വ്രജത്തിലെ ഈ വൃന്ദാരണത്തിലെ ഈ ഗോകുലത്തിലെ എന്തെങ്കിലും ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും ജനിക്കാൻ പറ്റിച്ചാൽ അതാണ് ഏറ്റവും ഭാഗ്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഭഗവത് ഭക്തന്മാരായിട്ടുള്ള ഇത് നടക്കുന്നവരില്ലേ, ഇവരുടെ പാദരേണുക്കൾ ശിരസിൽ വഹിക്കാൻ പറ്റും. കാരാണ് അവരെ ആരാണ് യൽ ജീവിതം തു നിഖിലം ഭഗവൻ മുകുന്ദ. അവരുടെ ആ പരിപൂർണ്ണ ജീവിതം തന്നെ അങ്ങയ്ക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് അവർ. ആ നോക്കൂ, ഭഗവൻ മുകുന്ദ ത്വദ്യാവി യൽ പദരജ ശ്രുതിമൃഗ്യമേവ. ആ ഭഗവാന്റെ പാദരേണുക്കൾ എങ്ങനെയുള്ളതാണ്, ഇപ്പോഴും ഇതില്ലേ വേദമൂർത്തികളായിട്ടുള്ളത് കൂടിയിട്ട് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ പാദരേണുക്കൾ. അങ്ങനെയുള്ള അങ്ങ് തന്നെ എല്ലാമായിട്ടുള്ള ഗോപന്മാരുടെ പാദരേണുക്കൾ വേണ്ടിയിട്ട് ആ ഗോകുലത്തിലെ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ കഴിയണേ എന്നാണ് ബ്രഹ്മാവ് സ്തുതിക്കുന്നത് ഭഗവാനോട്. ഏഷാം ഘോഷനിവാസിനാമുദ ഭവാൻ കിം ദേവരാവേദി നശ്ചേതോ വിശ്വഫലൽഫലം ത്വതപരം കുത്രാപ്യയൻ മുഹ്യതി സദ്വേഷാദിവ പൂതനാഭി സകുലാ ത്വാമേവ ദേവാപിതാ
യദ്ധാമാർത്ഥ സുഹൃത്പ്രിയാത്മതനയ പ്രാണാശയാത്വത്കൃതേ. ആ ബ്രഹ്മാവ് വീണ്ടും പറയണ ഭഗവാനെ, ഈ ഘോഷനിവാസികൾക്ക്, ഈ വൃന്ദാവനത്തിലുള്ള ഇവർക്ക് അങ്ങ് ഏത് ഗതിയാണ് കൊടുക്കുക എന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്താ മോഹിച്ചു പോണു ഭഗവാൻ എന്ന് പറയണ. കാരണം എന്താണ്? ആ സദ്വേഷാദിവ പൂതനാഭിശകുല, ആ അങ്ങേ ദ്വേഷ്യം കൊണ്ട് അങ്ങേ പ്രാപിക്കാൻ കഴിഞ്ഞതില്ലേ, പ്രാപിക്കാൻ പരിശ്രമിച്ചുള്ള അത് ആക്രമിച്ചു എന്നുള്ള ആ പൂതനെ ആ കുലത്തോട് കൂടിയിട്ട് അങ്ങതില്ലേ ആ മോക്ഷം കൊടുത്തു പൂതനയ്ക്കും പൂതനയുടെ ബന്ധുക്കൾക്കും എല്ലാവർക്കും. പിന്നെയോ ഇവരോ യദ്ധാമാർത്ഥ സുഹൃത്പ്രിയ ആത്മതനയ പ്രാണാശയാത്വൽകൃതേ, ഇവര് തങ്ങളുടെ വീട്, കുടുംബം, സുഹൃത്ത്, അതിൽ ഭാര്യ, എല്ലാ ഭാവത്തിലും അങ്ങേ തന്നെ ആശ്രയിച്ചു കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അവർക്ക് അങ്ങ് ഏത് നിലയാണ് കൊടുക്കുക എന്നാണ് പറയണത്. അപ്പോൾ അതാണ് ഭാഗവതത്തിൽ പറയണത്. ഇത് മുക്തിയേക്കാൾപ്രദമായിട്ടുള്ള ഭക്തി എന്നുള്ള അവസ്ഥയിലാണ് അവരിതിൽ എപ്പോഴും നിത്യ ഭക്തന്മാരായിട്ട് ഭഗവാന്റെ കൂടെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അതാണ് ആ ഭാവത്തിലാണ് അവർ. ഇത് വീണ്ടും ബ്രഹ്മാവ് പറയാണ്, താവൽ രാഗാതയസ്തേന താവൽ കാരാഗൃഹം ഗൃഹം താവൻ മോഹോങ്കൃനികടോ താവൽ കൃഷ്ണനതേ ജന. ആ ഭഗവാനെ, ഈ രാഗാദയങ്ങളിൽ രാഗം ദ്വേഷണങ്ങളോ ഏത് കാലം വരെയാണ് നമ്മുടെ ശത്രുക്കളായിട്ട് അല്ലെങ്കിൽ കള്ളന്മാരായിട്ട് വരിക? ഇതില്ലേ കൃഷ്ണതതേ ജന, അങ്ങയുടെ ഭക്തന്മാരായിട്ട് ആൾക്കാർ തീരുന്നത് വരെ ഇതുണ്ടല്ലോ, ഇതെല്ലാം ഈ രാഗങ്ങളൊക്കെ നമ്മളെ ശത്രുക്കളായിട്ട് വരും. അതുമാതിരി അതിലെ വീട് എന്നുള്ളത് ഒരു കാരാഗ്രഹമായിട്ട് തീരും. അതുമാതിരി മോഹങ്ങൾ ധാരാളം ഉണ്ടാവില്ലേ, അതെല്ലാം അതിലെ അങ്കൃ നികടോ അതിൽ കാലിലുള്ള ചങ്ങലകളായി തീരും. അതെല്ലാം ഏതുവരെ ഭഗവാനെ അങ്ങയുടെ ജനങ്ങളായി തീരുന്നത് വരെ എന്ന് പറയുകയാണ്. പ്രപഞ്ചം നിർപ്രപഞ്ചോപി വിടംബയസി ഭൂതലേ പ്രപന്ന ജനതാനന്ദ സന്തോഷം പ്രതിതും പ്രഭോ. ഈ പ്രപഞ്ചം എന്നുള്ളതുണ്ടല്ലോ ഏതുമാതിരിയാണ്? ഒരു നാട്യം മാതിരിയാണ് ഭൂമിയിൽ എന്ന് പറയുകയാണ്. പ്രപന്ന ജനതാനന്ദ സന്തോഷം പ്രതിതും പ്രഭോ. ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ ആനന്ദം മുഴുകി കഴിഞ്ഞ ആൾക്കാർക്കുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തുണ്ടല്ലോ അവർക്ക് ഇതെല്ലാം വെറും അറ്റത്തിൽ ഒക്കെ എന്താണ് ഒന്നിനോടും ബന്ധമില്ലാത്ത അവസ്ഥയിൽ നിഷ്പ്രപഞ്ചമായി തീരും. അവർക്ക് ഒരു നാട്യമായിട്ട് തീരും അവർക്കെല്ലാവർക്കും എന്ന് പറയുകയാണ്. പ്രപഞ്ചം നിഷ്പ്രപഞ്ചോപി വിടംബയസി ഭൂതലേ പ്രപന്ന ജനതാനന്ദ സന്തോഷം പ്രതിതും പ്രഭോ. നിഷ്പ്രപഞ്ചനാണ് യഥാർത്ഥത്തിൽ അങ്ങ്. അതായത് അങ്ങയ്ക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് യാതൊരു ബന്ധവുമില്ല. എങ്കിൽ കൂടി എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് ഈ പ്രപഞ്ചത്തിൽ മുഴുകി ഒരു നാട്യകാരന്മാരി കഴിയുന്നത്? തന്നെ ആശ്രയിക്കുന്ന ആ ഭക്തന്മാർക്ക് ആനന്ദം ഉണ്ടാക്കാൻ വേണ്ടി, അതുമാതിരി അവർക്ക് മോക്ഷം കൊടുക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് ഭഗവാനെ അങ്ങയുടെ ഈ ലീലകളെല്ലാം. ജാനന്ത ഏവ ജാനന്തു കിം ബഹുക്യാന്നമേ പ്രഭോ മനസോ വപുഷോ വാചോ വൈഭവം തവ ഗോചരാ. ബ്രഹ്മൻ ഭഗവാനെ നോക്കൂ, അറിയുന്ന ആൾക്കാർക്കുണ്ടല്ലോ അവർക്ക് എന്താ വെച്ചാൽ ആലോചിച്ചോട്ടെ. കാരണം എന്തുണ്ടല്ലോ ആ വലിയ വാക്കുകൾ കിം ബഹുക്തിയാ വേണ്ടാണ് ഇങ്ങനെ വാക്കുകൾ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? വാക്കുകളെ കൊണ്ടോ മനസ്സുകൊണ്ടോ അതുമാതിരി ശരീരം കൊണ്ടോ ഭഗവാന്റെ അങ്ങയുടെ ആ വലിയ വൈഭവം എന്നുള്ളതുണ്ടല്ലോ എനിക്കിപ്പോഴും പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അറിയുന്ന ആൾക്കാർ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ. ഞാൻ ഏതായാലും അതിൻ്റെ വാക്കുകളൊക്കെ നിർത്തുകയാണ്. അനിജാനീഹി മാം കൃഷ്ണ സർവം ത്വം വേൽസി സർവദൃക് ത്വമേവ ജഗതം നാഥോ ജഗതേതൽ തവാർപ്പിതം. എന്നെ പോവാൻ എനിക്കു കൃഷ്ണ, ഈ എല്ലാം അങ്ങയ്ക്കറിയും, എല്ലാം കാണുന്നവൻ അങ്ങാണ്, എല്ലാം എല്ലാത്തിൻ്റെയും നാഥനാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണ് അങ്ങ്, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഈശ്വരനാണ് അങ്ങ്. എല്ലാം അങ്ങയ്ക്കായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയ്ക്കായിട്ട് അർപ്പിക്കപ്പെട്ടതാണ്. ശ്രീകൃഷ്ണ വൃഷ്ണികുല പുഷ്കരജോഷദായിൻ ക്ഷ്മാനിർജര ദ്വിജപശൂതതിവൃദ്ധികാരിൻ ഉദ്ധർമ്മ സർവരഹരം ക്ഷിതിരാക്ഷസദ്രു ആകൽപ്പമാർക്കമരുകൻ ഭഗവൻ നമസ്തേ. ഭഗവാനെ എന്താണ് അങ്ങാണിതിൽ ഈ ശ്രീകൃഷ്ണ വൃഷ്ണികുല പുഷ്കരജോഷദായിൻ, ഈ വൃഷ്ണികുലമാകുന്ന താമരയ്ക്ക് അതിൽ ആനന്ദം കൊടുക്കുന്നതായിട്ടുള്ള സൂര്യനാണ് അങ്ങ്. നിർജ്ജര ദ്വിജപശൂത അതിവൃദ്ധികാരിൻ. അതുമാതിരി ഈ ഇതിൽ അങ്ങാണ് ഈ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംസാരമാകുന്ന ഇതിലെ ഭക്തന്മാരുടെ ഭാഗത്തിൽ സത്തുക്കളാകുന്ന ആൾക്കാരുടെ ഹൃദയത്തിൽ ഭക്തിയാകുന്ന സമുദ്രത്തിന് ഇതിൽ വേലിയേറ്റുണ്ടാക്കുന്ന രീതിയിലുള്ള ആ ചന്ദ്രനാണ് ഭഗവാനെ അങ്ങ്. ഉദ്ധർമ്മ സർവരഹര, അതുമാതിരി എല്ലാവരുടെയും മനസ്സിലെ അന്ധകാരത്തിനെ നീക്കുന്ന സൂര്യനാണങ്ങ്. അതുമാതിരി ഏതുമാതിരി ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ വധിക്കുന്ന കാട്ടുതീയാണ് അങ്ങ്. ക്ഷിതിരാക്ഷസദൃക്
ആകൽപ്പമാർക്കമരുകൻ. ആ കൽപ്പാന്തകാലത്തോളം ഭഗവാനെ സ്തുതിക്കപ്പെടുവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം 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 എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് ശ്രീശുഗോവാച ഇത്യവിഷ്ടൂയ ഭൂമാനം ത്രിപരിക്രമ്യപാതയോ നത്വാവിഷ്ടം ജഗദ്ധാത സ്വധാമ പ്രത്യപദ്യത. ആ ഭഗവാനെ 3 തവണ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് ആ ജഗത്തിൻ്റെ മുഴുവൻ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ് തൻ്റെ സ്വധാമത്തിലേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്തു എന്ന് പറയുകയാണ്. തതോനുജ്ഞാപ്യ ഭഗവാൻ സ്വഭുവം പ്രാഗവസ്ഥിതൻ വത്സൻ കുളിനമാനിന്യേ യഥാ പൂർവസഖം സ്വരം. ആ ബ്രഹ്മാവ് തൻ്റെ ഇതില്ലേ അത് പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയൊക്കെ കൊണ്ട് തിരിച്ചു കൊടുത്തു. ആ ഭഗവാൻ താനായിരുന്ന അയാൾക്ക് മറിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അവരോട് കൂടിയിട്ട് ഭഗവാൻ വീണ്ടും അവിടെ യവനാപുളിയിൽ ചെയ്യാണ്ട് എത്തുകയാണ്. ഏകസ്മിന്നവിയാദേബ്രേ പ്രാണേശം ചാന്തരാത്മനം കൃഷ്ണമായാഹതാരാജൻ ക്ഷണാർദ്ധം മേനിർഭക. 1 വർഷത്തോളം ഇങ്ങനെ ഇവർ ബ്രഹ്മാവിൻ്റെ മായയിൽ ഉറങ്ങിക്കിടങ്ങുകയാണെങ്കിൽ കൂടിയിട്ടുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ആ ഭഗവാന്റെ മായയിൽ മുഴുവൻ ഇതൊക്കെ ഒരു അരനിമിഷം മാത്രമാണ് അവർക്കായിട്ടാണ് ആ കുട്ടികൾക്കൊക്കെ തോന്നിയതെന്ന് പറയുകയാണ്. കിം കിന്ന വിസ്മരന്തീക മായാമോഹിത ചേതസ യന്മോഹിതം ജഗൽ സർവം അഭീക്ഷണം വിസ്മൃതാത്മകം. ആലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ ആ ഭഗവാന്റെ മായയിൽ മുഴുകിയിട്ട് നമ്മളും ഇതേമാതിരി യഥാർത്ഥത്തിൽ വാസ്തവമായിട്ടുള്ള പലതും വിസ്മരിച്ചുകൊണ്ടല്ലേ എന്തൊക്കെയോ പ്രവൃത്തികളും ഇതിൽ മുഴുകിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. ഊജുശ്ച സുഹൃതകൃഷ്ണം സ്വാഗതം തേരിരംഹസ നൈഗോപ്യഭോജി കവള ഏഹീത സാധുഭുജ്യതാം. അപ്പോൾ അവരൊക്കെ കൂടി പറയാതെ ഇറങ്ങി, കൃഷ്ണ എവിടെ പോയി? പശുക്കുട്ടികളെ തിരഞ്ഞു പോയിട്ട് ഞങ്ങളിതാ ഒരു ഉരുള പോലും കഴിക്കാണ്ട് കൃഷ്ണനെ തന്നെ കാത്തുകൊണ്ട് പെടുത്താ ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ തതോ ഹസൻ ഋഷീകേശോ വ്യവഹൃത്യ സഹാർഭകൈ ദർശയം ചർമാജകരം നിവർത്തതവനാൽ വ്രജം. ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് ആ പാമ്പിൻ്റെ അതിൽ അസ്ഥികൂടം കാണിച്ചു കൊടുത്തതില്ല, അതിൽ അതിൻ്റെ തോലൊക്കെ മാത്രമായിട്ട് അവരതിൽ അസ്ഥിയും തോലും മാത്രമായിട്ട് 1 വർഷം അങ്ങനെ കഴിഞ്ഞാണ് അതിനെ കാണിച്ചു കൊടുത്തത്. അപ്പോഴാണ് അവർക്ക് അത്ഭുതം വന്നതെന്ന് പറയുകയാണ്. ബർഹപ്രസൂന നവധാതു വിചിത്രിതാംഗ പ്രോദ്ഗാമ വേണുദള ശൃംഗരവോത്സവാദ്യ വത്സൻ ഗൃണൻ അനുഗീത പവിത്രകീർത്തി ഗോപീതൃകുത്സവദൃശീ പ്രവേശഘോഷ്ടം. ഇങ്ങനെയോ ഇതേമാതിരി ആ കാട്ടിലേക്ക് വന്നു. അതേമാതിരി തന്നെ നല്ല വനമാലകളൊക്കെ ധരിച്ചുകൊണ്ട് ഇതില്ലേ ആ പല വേഷങ്ങളൊക്കെ കെട്ടിയിട്ട് ആ ഓടക്കുഴൽ അതുമാതിരി കൊമ്പ് കുഴൽ ഇതൊക്കെ മുഴക്കിക്കൊണ്ട് ബഹളം കൂട്ടിക്കൊണ്ട് വലിയ ഒരു ഉത്സവം ഇതിൽ ഘോഷയാത്ര വരണമാതിരി അവരെല്ലാവരും കൂടി ആ ഗോപക്കുട്ടികളും പശുക്കുട്ടികളും കൂടിയിട്ട് ആ ഭഗവാൻ അങ്ങനെ ഇതില്ലേ എങ്ങനെയാണ് ദൃഗുത്സവ ദൃശ്യ ഗോപികളെല്ലാവരും ഇവിടെ അങ്ങനെ ഭഗവാനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള ആ കണ്ണുകൾക്ക് ഉത്സവമാണ് ഭഗവാനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഭാവത്തോട് കൂടിയിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് ഭഗവാൻ അങ്ങോട്ട് ആ ഗോഷ്ടത്തിലേക്ക് വ്രജത്തിലേക്ക് അങ്ങോട്ട് വന്നു ചേർന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവരെല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞു, അദ്യാനേന മഹാമ്യാളോ യശോദാനന്ദസൂനുന അതോ പിതാവയം ചാസ്മാ ഇതി ബാലാവ്രജേജഗുരുപ്രാണോ എന്ന് പറയണേ. അതെ, ഇന്നേ ഇതാ നോക്കൂ, നമ്മുടെ യശോദരും നന്ദഗോപനുമായിട്ട് ഞങ്ങളെല്ലാവരും ഒരു പെരുമ്പാവിൻ്റെ വായിൽ നിന്ന് രക്ഷിച്ചിട്ട് ആ പെരുമ്പാവിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും അത്ഭുതത്തോട് ഇവരോട് കഥ പറയാൻ തുടങ്ങി അപ്പോഴാണ് രാജോവാച ബ്രഹ്മൻ പരോത്ഭവേ കൃഷ്ണേ ഇയൻ പ്രേമാകഥം ഭവേൽ യോ ഭൂതപൂർവസ്തോകേഷു സ്യോത്ഭവേഷ്വഭികഥ്യതാം. അങ്ങ് രാജാവ് അപ്പോൾ ശുഖബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്, മഹർഷി അങ്ങ് പണ്ട് പറയണ്ടായി ആദ്യത്തിൽ ആ ശ്രീകൃഷ്ണനോടുണ്ടായിരുന്ന സ്നേഹം പിന്നീട് ഭഗവാൻ ഈ കുട്ടികളൊക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇതിലെ ഗോപസ്ത്രീകൾക്കും അതുമാതിരി പശുക്കൾക്കൊക്കെ ആ തങ്ങളുടെ കുട്ടികളിലാണ് പ്രത്യേക സ്നേഹവും അതൊക്കെ വർദ്ധിച്ച് വരാൻ തുടങ്ങി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറയുകയാണ് രാജാവ്. ശ്രീശുഗോവാച സർവേഷാമപി ഭൂതാനാം നൃപ സ്വാത്മൈവ വല്ലഭാ ഇതിരപ്യപത്യ വിദ്യാദ്യ തൽ വല്ലഭതയൈവ ഹി തത് രാജേന്ദ്ര യഥാ സ്നേഹ സ്വസ്വകാത്മനി ദേഹിനം ന തഥാ മമതാലംബി പുത്രവിത്രഗൃഹാദിഷു. നോക്കൂ രാജൻ, ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും എല്ലാണ്ടില്ലേ തൻ്റേതായിട്ടുള്ള വസ്തുക്കളാണ്. തൻ്റെ വീട്, തൻ്റെ ഭാര്യ, തൻ്റെ കുട്ടികൾ, ഇതെല്ലാം തൻ്റേതാണെന്നുള്ള ആ സ്നേഹം കൊണ്ട് ആ തൻ്റെ ശരീരമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഓരോന്നിനെയും നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മുടേതാണെന്ന് വിചാരിക്കുന്നത്. അതില്ലേ അങ്ങനെയാണ് തൻ്റേതിനോടുള്ള സ്നേഹം മറ്റു ആ
മമത, അതായത് എൻ്റെ എന്നുള്ള ഭാവം കൊണ്ടുള്ള ആ സ്നേഹം മറ്റുള്ള കുട്ടികളിലോ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളിലോ സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല. ദേഹാത്മവാദിനാം പുംസാം അവിരാജന്യസത്തമാ യഥാ ദേഹ പ്രിയതമ തഥാ നഹ്യനുയേചതം ദേഹോപി മമതാവാക്ചിൽ തർഹ്യസോ നാത്മവൽ പ്രിയ യജ്ജീര്യത്യപി ദേഹേസ്മിൻ ജീവിതാശാഭിലീയസി. ഈ ശരീരമാണ് താൻ എന്നുള്ള ബോധമുള്ള ആൾക്കാർക്ക് കൂടിയിട്ടുണ്ടല്ലോ, അവർക്ക് മറ്റുള്ള ദേഹത്തിനേക്കാളും ഇഷ്ടം തങ്ങളുടെ ശരീരത്തിനെയാണ്. കാരണം അതാണ് തൻ്റേതാണെന്നുള്ള, താനാണ് ശരീരം എന്നുള്ള ആ ഭാവം കൊണ്ടാണ് അതിനോട് പ്രത്യേക സ്നേഹം തോന്നുന്നത്. എന്നിട്ടാണ് പിന്നെന്താണ്, ആ ശരീരം ജീർണിച്ച് പോകുന്ന സമയത്ത് ഉണ്ടാവും നമുക്കൊരു വിഷമം തോന്നും, അയ്യോ ഇത് നശിച്ചു പോകുന്നില്ലെന്ന്. കാരണം ശരീരമാണ് താൻ എന്നുള്ള ഭാവം കൊണ്ടാണ്. ഈ ജീര്യത്യവി ദേഹേസ്മിൻ ജീവിതാശാബലീയസി. എന്നാൽ യഥാർത്ഥത്തിൽ തസ്മാൽ പ്രിയതമസ്വാത്മാ സർവേഷാമവിദേഹിനാം തദർത്ഥമേവ സകലം ജഗതേതൽ ചരാചരം. എന്നാൽ ഈ ഓരോരുത്തർക്കും യഥാർത്ഥത്തിൽ എന്താണ് മരിക്കും, താൻ നശിച്ചു പോകുന്നുള്ള പേടി എന്താണ്? ആത്മാവല്ല നശിക്കുന്നത്, ഈ ശരീരം ആത്മാവാണെന്നുള്ള ബോധം കൊണ്ട് അത് നശിക്കുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആ ശരീരത്തിനെയല്ല സ്നേഹം, ആ ഏറ്റവും പ്രിയമായിട്ടുള്ള എല്ലാവർക്കും അവനവൻ്റെ ആത്മാവ് തന്നെയാണ് യഥാർത്ഥത്തിൽ സ്നേഹം. സകലം ജഗതേതൽ ചരാചരം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും അവനവൻ്റെ ആത്മാവിനെയാണ് യഥാർത്ഥത്തിൽ ഇഷ്ടം. അത് മനസ്സിലാക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൃഷ്ണമേനം അവേഹിത്വം ആത്മാനമഹിലാത്മനം ജഗൽഹിതായ സോപ്യത്ര ദേഹീവാഭാതി മായയാ. ആരാണ് കൃഷ്ണൻ? ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവാണ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളായിട്ടും ആത്മാവായിട്ടിരിക്കുന്ന ആ കൃഷ്ണൻ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ തൻ്റെ മായയെ ആശ്രയിച്ചിട്ട് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ സ്വയം ഒരു രൂപം എടുത്തിട്ട് വന്നിരിക്കുന്നത് ഈ പരമാത്മാവായിട്ടുള്ള കൃഷ്ണനാണ്. വസ്തുതോ ജാനതാമത്ര കൃഷ്ണം സ്നാസ്നു ചരിഷ്ണുച ഭഗവൽ രൂപമഖിലം നാന്യൽ വസ്തുക കിഞ്ചന. അപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ ആലോചിച്ച് നോക്കിയാൽ അറിയാതെയായിട്ട് പ്രപഞ്ചത്തിലുള്ള ഇളകുന്നതും ഇളകാത്തതായിട്ടുള്ള എല്ലാ വസ്തുക്കളും ആത്മാവിനാൽ നിറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാലോ എല്ലാം വസ്തുക്കളും കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് സർവേഷാമപി വസ്തൂനാം ഭാവാർത്ഥോപവതി സ്ഥിത തസ്യാപി ഭഗവൻ കൃഷ്ണ കിമതൽ വസ്തുരൂപ്യതാം. അപ്പോൾ ഈ രൂപം കൊണ്ട് ഈ കൃഷ്ണൻ തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എന്നുള്ളത്. അല്ലാണ്ട് കൃഷ്ണൻ അല്ലാണ്ട് വേറെ ആരുമില്ല എന്നുള്ള ഭാവം എത്തിച്ചേരും. അതുകൊണ്ടാണ് നമുക്ക് ആ കൃഷ്ണനാണ് ആത്മാവ് എന്നുള്ളതുകൊണ്ടാണ് ആ വസ്തു പ്രത്യേകം അവരോടൊക്കെ സ്നേഹം ഉണ്ടായെന്ന് പറയുകയാണ്. അതുകൊണ്ട് സമാശ്രിതായേ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ ഭവാംബുധിർ വത്സപദം പരമ്പദം പദം പദം യൽ വിപദം നേഷം. അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ എത്തിച്ചേർന്നിട്ട് ആ ഭഗവാനെ ആശ്രയിച്ച് കഴിഞ്ഞാലോ എല്ലാറ്റിനെയും ആത്മാവായിട്ടുള്ള ആളാണ് ഭഗവാൻ എന്നുള്ള രീതിയിൽ അവർക്ക് എന്തായാലും ഏ പദപല്ലവപ്ലവം മഹത്പദം പുണ്യയശോ മുരാരേ. ആ പുണ്യമായിട്ടുള്ള യശസ് നൽകുന്നതായിട്ടുള്ള ആ മുരാരിയുടെ ആ പദത്തിലെ മഹത്തായിട്ടുള്ള പദങ്ങളെ ആരെ ആശ്രയിച്ചുണ്ടല്ലോ അവർക്ക് ഭവംബുധി സംസാരമാകുന്ന ഈ സമുദ്രം ഉണ്ടല്ലോ വത്സപദം പരം പദം. അതായത് ഒരു പശുക്കുട്ടിയുടെ കാലിൽ കുളമ്പിൻ്റെ ഉള്ളിലുള്ള അതില്ലേ വെള്ളം അതിലുള്ളൂ അത്ര എളുപ്പത്തിൽ സംസാരമാകുന്ന സമുദ്രത്തിനെ തരണം ചെയ്യാൻ പറ്റും. പിന്നെയോ പദം പദം യൽ വിപദം നദേ. അത് മതി. അവർ പുറത്ത് മുന്നോട്ട് പോകുന്ന ഓരോ ഇതിലും അടി വയ്ക്കുമ്പോഴും അവർക്ക് യാതൊരു ആപത്തുകളും ഉണ്ടാവില്ല. എല്ലാം നിന്നും ഭഗവാൻ അവരെ തന്നെ രക്ഷിക്കും എന്ന് പറയുകയാണ്. ഏതത്തെ സർവമാഖ്യാതം യൽ പൃഷ്ടോഹമികത്വയാ യൽ കൗമാരേ ഹരികൃതം ഭൗഗണ്ഡേ പരികീർത്തിതം. ഇപ്പം ഞാൻ അന്ന് അങ്ങോട്ട് പറഞ്ഞു ആ കൗമാരത്തിൽ ഭഗവാൻ ചെയ്തിട്ടുള്ള ഒരു ലീല എങ്ങനെയാണ് പൗഗണ്ഡ വയസ്സിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഗോപകുട്ടികൾ വന്ന് പറഞ്ഞു എന്നുള്ള ആ അതിൻ്റെ അത്ഭുതമായിട്ടുള്ള കഥ അങ്ങക്ക് പറഞ്ഞു തന്നു. ഏതൽ സുഹൃദ്ഭി ചരിതം മുരാരേർ അഘാർദ്ദനം ശാദ്വലജേമനം ച വ്യക്തേതരൽ രൂപം അജോർവഭീഷ്ടവം ശൃണ്വൻ ഗണന്നേരി നരോഹിതാർത്ഥാൻ. ഈ മഹത്തായുള്ള ആ ഭഗവാന്റെ ചരിതം ഏത് അഘാസുരന്റെ മോക്ഷം കൊടുത്തത്, അതുമാതിരി ആ വനഭോജനം, അതുമാതിരി ആ ബ്രഹ്മാവ് എന്ന് ഇതില്ലേ പശുക്കുട്ടികളൊക്കെ അപഹരിച്ചു കൊണ്ടുപോകതിൽ മറച്ചു വെച്ചതും, അത് കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ തൻ്റെ സ്വരൂപം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തതും, അത് കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ഈ സ്തുതി ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കേൾക്കുക, ഇതൊക്കെ പഠിച്ച് പാടുക, അങ്ങനെ ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള എല്ലാ പുരുഷാർത്ഥങ്ങളെയും നേടാൻ കഴിയും.
എന്ന് പറഞ്ഞിട്ട് പറയാണ് ഏവം വിഹാരൈ കൗമാരൈ കൗമാരം ജഗതുവ്രജേ നിലായനൈ സേതുബന്ധേ മർക്കടോപ്ലവനാദിവി. ഇങ്ങനെ ഭഗവാൻ രാമകൃഷ്ണന്മാർ മറ്റുള്ള ഗോപക്കുട്ടികളും കൂടിയിട്ട് ആ തങ്ങളുടെ കൗമാരപ്രായം മുഴുവൻ ഇങ്ങനെ ഓരോ രീതിയിൽ ഒളിച്ചു കളിക്കുക. അതുമാതിരി ഇപ്പം അതിൽ സേതുബന്ധം എന്നുള്ള ലീലകളൊക്കെ ആടുക, അതുമാതിരി തവളയുമാരി ചാടി കളിക്കൊണ്ട് പല ലീലകൾ ആടിക്കൊണ്ട് അവരുടെ കൗമാരകാലം മുഴുവൻ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ സംഹിതായം ദശമസ്കന്ധേ പൂർവാർദ്ധേ ബ്രഹ്മസ്തുതിർനാമ ചതുർദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.